ഇത്തവണ +1 റിസൾട്ട് വന്നപ്പോൾ സൈലത്തിൽ ഏറ്റവും കൂടുതൽ മെസ്സേജസ് വന്ന ഒരു ടീച്ചർ ചിലപ്പോൾ ഞാനായിരിക്കും. കാരണം എല്ലാവർക്കും പറയാനുള്ളത് ഇത്തവണ +1 ഇംഗ്ലീഷിൻ്റെ മാർക്കിനെ കുറിച്ചാണ്. നന്നായി പഠിച്ച കുട്ടികൾക്കൊക്കെ അവരുടെ കോർ സബ്ജക്റ്റുകളിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുമ്പോഴും ഇംഗ്ലീഷിന് അവർ എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടിയിട്ടില്ല എന്ന സങ്കടം പറച്ചിലാണ് ഭൂരിഭാഗവും. എനിക്കത് തീർച്ചയായും മനസ്സിലാവും. കാരണം നിങ്ങളൊരു കോർ സബ്ജക്റ്റ് നന്നായി പഠിച്ച് അതിലെ കീവേഡ്സും കാര്യങ്ങളൊക്കെ കൃത്യമായി ഉൾപ്പെടുത്തി നിങ്ങളൊരു ആൻസർ എഴുതുമ്പോൾ അതിൽ മാർക്ക് കുറയ്ക്കാൻ നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ടീച്ചറിന് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. എന്നാൽ ഇംഗ്ലീഷ് പോലെ അത്യാവശ്യം സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ പലപ്പോഴും നിങ്ങളുടെ മാർക്ക് ടീച്ചറിൻ്റെ ഒരു ഡിസിഷൻ കൂടെയാണ്. കാരണം പലപ്പോഴും നിങ്ങൾക്ക് ആ ടീച്ചറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതുകൂടെ മാറ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു 6 മാർക്കിൻ്റെ 7 മാർക്കിൻ്റെ എസ്സേക്ക് എഴുതുമ്പോൾ 1 മാർക്ക് കുറയ്ക്കണം എന്ന ടീച്ചർ തീരുമാനിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കതിനെ ഡിഫെൻഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. നമുക്ക് അങ്ങനെയുള്ള എലമെൻറ്റുകളൊക്കെ മാറ്റി നിർത്തി ഇതിനെ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് എടുക്കാം. ഏകദേശം ഒക്ടോബർ മാസത്തിലാണ് ഇത്തവണത്തെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടക്കുക എന്നാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. അത് വലിയ പോസിറ്റീവായ ഒരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം കഴിഞ്ഞ വർഷമൊക്കെ +2 പബ്ലിക് എക്സാമിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം കൂടി എഴുതണമായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെ ഒരു ചാലഞ്ച് നമുക്ക് മുമ്പിലില്ല. അപ്പോഴും നിങ്ങളെ കൺസേൺ ചെയ്യിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് എന്നും എനിക്കറിയാം. 6 യൂണിറ്റുകൾ, 19 ചാപ്റ്റേഴ്സ്, വലിയ സിലബസ്, അതിനൊപ്പം കുറച്ച് ഗ്രാമർ ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ മുതൽ നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഈ ഒക്ടോബർ മാസം ആകുമ്പോഴത്തേക്ക് ഈ സിലബസ് കോംപ്രിഹെൻസീവായിട്ട് കവർ ചെയ്യാനും നല്ലൊരു മാർക്കിലേക്ക് എത്താനും നിങ്ങളെ കൊണ്ട് സാധിക്കും. എന്നാൽ അവിടെയും എനിക്കൊരു ചെറിയ ഒബ്ജക്ഷൻ ഉണ്ട്. കാരണം നിങ്ങളിപ്പോൾ നിലവിൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫസ്റ്റ് ടേം എക്സാമിലാണ്. കാരണം +2 നിങ്ങൾ കോർ സബ്ജക്റ്റിൽ ഉൾപ്പെടെ ഒരു വലിയ എക്സാം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അവിടെ നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യാതെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് മാത്രം ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അതും ഇതും ഇല്ലാതാവും എന്നൊരവസ്ഥയിലേക്ക് എത്തും. ഇംഗ്ലീഷ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ പഠിച്ചു തുടങ്ങിയാൽ മതി. കാരണം ഈ 19 ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കുക എന്നുള്ളതും അതിൽ ഡിസ്കോഴ്സുകൾ റിവൈസ് ചെയ്യുക എന്നുള്ളതും നമുക്ക് സമയമെടുത്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ആ സമയം നമുക്കിനി ബാക്കിയുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പോസിറ്റീവ്. ആൻഡ് ഉറപ്പായിട്ടും ഈ യാത്രയിൽ സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. ഇത്തവണ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്, സിലബസ് മാറിയിട്ടുണ്ട്, പഴയ സിലബസിലാണ് ഞങ്ങൾ എക്സാം എഴുതേണ്ടത് എന്ന കൺഫ്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. കാരണം ഈ ഒരു ഓണം എക്സാം കഴിഞ്ഞതിന് ശേഷം ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ആവശ്യമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും വീഡിയോസും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ +2 സിലബസിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാക്കിയത് നിങ്ങൾ ചിലപ്പോൾ ചെറിയ സമയങ്ങളിലൊക്കെ ഒരു അനാസ്ഥ കാണിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം. അത് ഈ വർഷം നിങ്ങൾ എന്ത് ചെയ്യരുത്, കാണിക്കരുത്. ഇത്തവണ അത്രമേൽ സിസ്റ്റമാറ്റിക് ആയി നമ്മൾ മുന്നോട്ട് പോകണം. +2 ഒരു ഇംപ്രൂവ്മെൻറ്റ് എന്നൊരാഗ്രഹം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അടിപൊളിയായിട്ട് ഈ അക്കാദമിക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അഗ്നി ബാച്ചിൽ ഇപ്പോഴും നമ്മൾ അഡ്മിഷൻ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 10% ഓഫറിൽ നിങ്ങൾക്ക് ആപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യരുത്. ലൈഫ് എപ്പോഴും നിങ്ങൾക്ക് സെക്കൻഡ് ചാൻസ് തരണം എന്നില്ല. അങ്ങനെ ഒരു ചാൻസ് ആണ് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം. എന്നാൽ +2 ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്നൊരു സാധ്യത നമ്മൾ വിചാരിക്കേണ്ട. സോ ഹാപ്പി ലേണിംഗ് എവറിബഡി.